എന്തുകൊണ്ട് മുരിങ്ങയിലേക്കകത്ത് മാഗ്നറ്റ് പിടിക്കണില്ല? ചോര മാഗ്നറ്റ് പിടിക്കും, ചോരക്കകത്ത് എന്തുകൊണ്ട്? അത് ഓർഗാനിക് ഫാം, ഡിഫറൻസ് ഫാം. ആ ഫാമിലാണ് നമ്മൾ സ്വീകരിക്കുക അല്ലേ? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫാമിലാണ്. ഇതെല്ലാം ഒറിജിനലി ഫാമിലിരിക്കും. മെറ്റൽസ് നമ്മൾ കോപ്പർ വേണം, സിങ്ക് വേണം ആ ഫാമിലാണ്. പക്ഷെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫാമിലാണ് ചെയ്യുന്നത്. ഇത് ഡോക്ടർ അമർ പറ്റലെ നമ്മുടെ എച്ച്ഒഡിന്റെ നോഡൽ ഓഫീസറാണ്. നമ്മുടെ ആർഷ എന്ന് പറയുന്ന അഡലസന്റ് ഹെൽത്ത് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഇതാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ്. ഞാൻ ഹരികൃഷ്ണൻ, NRHMന്റെ അഡ്മിനിസ്ട്രേഷൻ ഹെഡാണ്. ഞങ്ങൾ പ്രശ്ന സംരക്ഷണം തോന്നുന്നു. ഞാനൊരു 3-4 ദിവസം കൊണ്ട് ഇവിടെ ആരോഗ്യവകുപ്പിലും മുഖ്യമന്ത്രി അടുത്തും മറ്റിടത്തും എല്ലായിടത്തും പോയി ഈ വിഷയം ഞാൻ ഉന്നയിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരുപാട് ഞാനും പഠനം നടത്തിയിട്ടാണ് ഇതിൻ്റെ വെളുത്ത് വന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഇരുമ്പ് പൊടി ആ മാഗ്നറ്റ് പിടിക്കുന്ന ഡയറക്റ്റ് ഫാമിലുള്ള ഒരു അയൺ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ അതെങ്ങനെയിരിക്കും? നമ്മളിപ്പോ കോപ്പർ വേണം, സിങ്ക് വേണം, എല്ലാ എലിമെന്റ്സും നമ്മുടെ ബോഡിക്ക് വേണം. പക്ഷെ ഇതൊന്നും അതാത് ഫോമിലല്ല നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം മറ്റു ഫോംസിലാണ് തരുന്നത്. അതുപോലെ ഇതിപ്പോ അയൺ പൊടി കഷ്ണങ്ങളായിട്ടോ പൊടിയായിട്ടോ അല്ല കഴിക്കുന്നത്. അയണിന്റെ പലതരം സോൾട്ടുകളാണ്. അത് ചില സോൾട്ടുകൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ചിലതിലില്ല. ഉദാഹരണം, നമ്മുടെ സ്ത്രീകൾ, പ്രഗ്നന്റ് സ്ത്രീകൾക്ക് വർഷങ്ങളായിട്ട് 1-2 അല്ല 10-50-60 കൊല്ലമായിട്ട് പ്രഗ്നന്റ് സ്ത്രീകൾക്ക് ആന്റിനേറ്റൽ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് 3-ാം മാസം മുതൽ 3 മാസത്തേക്ക് 100 ദിവസം ഡെയിലി അയൺ ഗുളിക കൊടുക്കണം. എന്നുവെച്ചാൽ അവർക്ക് രക്തക്കുറവ് ഇല്ലാണ്ടിരിക്കാനും അവർക്ക് ജനിക്കുന്ന കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള നൈപ്പവും തൂക്കവും ആരോഗ്യം വരാൻ വേണ്ടിയാണ്. കാരണം അമ്മക്ക് രക്തക്കുറവുണ്ടെങ്കിൽ കുട്ടിക്ക് അതിനെ ബാധിക്കില്ലത്. അമ്മയുടെ ആരോഗ്യം മോശമായി കുട്ടീൻ്റെ ആരോഗ്യം മോശമാവും. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീകൾ 10-60 കൊല്ലമായിട്ട് നാഷണൽ പ്രോഗ്രാമിനകത്ത് മൊത്തം കോടിക്കണക്കിന് സ്ത്രീകൾ 3 മാസം കണ്ടിന്യൂസ്ലി കഴിക്കുന്ന സാധനമാണ് അയൺ ഗുളിക. അത് ഫെറസ് സൾഫേറ്റ് എന്നൊരു സാധനമാണ്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിനകത്ത് ഈ ഫെറസ് സൾഫേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം ഫെറസ് സൾഫേറ്റ് ആണ്. പിന്നെ ഇതല്ലാണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് തീരട്ടെ. അപ്പോൾ ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ആൾക്ക് ചോരക്കുറവെന്ന് പറഞ്ഞാൽ അവർക്ക് എഴുതുന്ന ഏറ്റവും സിമ്പിൾ ചീപ്പസ്റ്റ് ഗുളിക ഫെറസ് സൾഫേറ്റ് ആണ് ലോകം മുഴുവൻ. ആ ഫെറസ് സൾഫേറ്റാണ് നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റോക്ക് ഉള്ളത്. അതേ ഫെറസ് സൾഫേറ്റിനാണ് ഈ പ്രോഗ്രാമിന് ആഴ്ചക്ക് 1 വരും. മറ്റേത് ഡെയിലി കഴിക്കുകയാണ്. പിന്നെ സാധാരണ ഒരു ഗർഭകാലത്ത് ഏറ്റവും സൂക്ഷിക്കണം എന്ന് പറയാറുണ്ടല്ലോ, ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഗർഭകാലമാണ്. ആ ഗർഭകാലത്ത് എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലെ ഫാമിലി ഹെൽത്ത് പ്രോഗ്രാമിനകത്ത് 100 ദിവസം ഇരുപൂടി കഴിക്കാൻ റെക്കമെൻഡഡ് ആണ്. അങ്ങനെ കഴിച്ചാണ് എത്രയോ അച്ചീവ്മെന്റ് നേടിയത്. ഇവർക്ക് ചോരക്കുറവിനെ തരും. കാരണം മാത്രമേ ഒരു പ്രസവത്തിന്റെ കൂടെ രക്തസ്രാവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ചോരയില്ലാതെ രക്ഷപ്പെട്ടു പോകും. ആദ്യമേ താഴെ നിൽക്കുകയാണെങ്കിൽ ലേശം ബ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ പോയി. അപ്പൊ അതിനൊക്കെയാണ് ഈ പ്രോഗ്രാം അവർക്ക് ഡെയിലി കൊടുക്കുന്നത്. ഡെയിലിയാണ് 100 ദിവസം ഡെയിലിയാണ്. ഇത് ആഴ്ചക്ക് 1 കൊടുക്കുന്നത്. ആഴ്ചയിൽ 1 കൊടുത്തിട്ട് ഇവിടെ ലക്നൌവിൽ 14-ാം തീയതി കുട്ടികൾ ആശുപത്രി കയറിന്റെ റിപ്പോർട്ടായത് ഇന്ദുവിൽ വന്നത്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത്. ആഴ്ചയിൽ 1 കൊടുത്തത്. ഇവർ ഇത്രയും പേര് കിട്ടുമ്പോൾ അവിടുത്തെ മജിസ്ട്രേറ്റ് ഉൾപ്പെടെ വന്നിട്ട് ടെസ്റ്റ് നടത്തി അവർ ലാസ്റ്റ് ബാൻ ഇപ്പൊ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നിടം വരെ ഇനി കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ കൊടുക്കണേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രോഗ്രാമാണ്. ഞാൻ ചോദിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇത് വർഷങ്ങളായി കൊടുത്തിട്ട് കച്ചവടിക്കുന്നത്. പണ്ട് ഇത്തരം ഓട്ടിസവും ഈ പ്രോഗ്രാം പണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇത്തരം ഓട്ടിസവും ഇത്തരം പ്രോഗ്രാമുകൾ ഇപ്പൊ ഇത്തരം മാസബുദ്ധികൾ കൂടിയത്. അതിന് ഒരു ചെറിയ ഒന്ന് നമ്മുടെ പോപ്പുലേഷൻ കൺസിഡറബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ റേറ്റ് ഓഫ് ഇതും കൂടുന്നുണ്ട്. അനുപാതികമായിട്ട് നമ്മുടെ നമ്മൾ 133 കോടിയിൽ വരുമ്പോൾ അനുപാതികമായിട്ടുള്ള വളർച്ച എല്ലാത്തിലും ഉണ്ടാവും. പറഞ്ഞ് തർക്കിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ തർക്കിക്കാനോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോ അല്ല. ഇന്ന് മാർക്കറ്റിൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ച ഗുളിക ഈ തരത്തിലാണ് ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇത് തിന്നാൽ എല്ലാ ഗുളിക അടുത്തത് 4 തരം ഗുളികൾ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച പല സംഘടിക്കാത്ത മേടിച്ച ഈ ഗുളിക ഇനി ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇത് ഏത് നമ്മള് ഞാൻ കാണിച്ചെന്നല്ല നോക്കൂ. ഇത്രയും നമ്മൾ ഇത്ര ദൂരെ പിടിച്ച് ടീ പിടിക്കുന്ന സാധനം കിഡ്നിക്കകത്ത് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൊടുക്കുന്നത് കണ്ടിരുന്നോ? നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഗുളിക കണ്ടിരുന്നോ?
കണ്ടില്ല. അപ്പൊ ഒന്ന് കണ്ട നന്നായിരിക്കും. ഒരു ഇതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. മറ്റേ ഞാൻ കാണിച്ചു ഇതെല്ലാം നമ്മുടെ ആശുപത്രികളിൽ ഇന്ന് 3 തരം സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഒന്ന് നമ്മുടെ ആശുപത്രി കൊടുക്കുന്ന എല്ലാ ഹോസ്പിറ്റലും കഴിക്കുന്ന ഒരു ഗുളികയാണ്. അപ്പൊ അത് നോക്കി. പിന്നെ ഇത് ഹോസ്പിറ്റൽ സപ്ലൈ ചെയ്യുന്ന ഫ്രീ സപ്ലൈ ഉള്ള സാധനമാണ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്ന ഗുളികയാണ്. അപ്പൊ ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഇത് കടയിൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ മാത്രമല്ല കടയിൽ പോകുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കിട്ടുന്ന സാധനം നല്ലോണം അറിയാം. ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ 17 സെൻട്രൽ ഗവൺമെന്റ് സ്കീമായിട്ട് ഓൾറെഡി 13 സംസ്ഥാനങ്ങളിൽ കൊടുത്തു തുടങ്ങിയത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ടാബ്ലറ്റ് ആണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത്. ഇതൊന്നും നോക്കണം. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുവരെ പോയിട്ടില്ല. ഇത് നമുക്ക് ഇതൊന്നും നോക്കൂ. ഇതൊന്നും മാറ്റി നോക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്താ നോക്കാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റൂ. നാളെ ഈ മാർക്കറ്റില് ഈ മന്തിന്റെ ഗുളിക ഇവിടെ കൊണ്ടു കൊടുത്തു. സാർ ഞാൻ പറഞ്ഞു ഞാൻ ഈ തരത്തിലാണ് പോണേ. അല്ലെ നിങ്ങളുടെ ഈ ഒരു ഗുളികയുടെ പുറത്ത് ഒരു പർട്ടിക്കൽ ഗുളികയുടെ ഒരു കമ്പനിയുടെ പുറത്തല്ല ഞാൻ പറയണേ. ഇവിടെ മന്തിന്റെ ഗുളിക കൊണ്ട് കൊടുത്തിട്ട് 1 കോടി ജനങ്ങൾക്ക് കഴിച്ചതിന് ശേഷം പറഞ്ഞു ഇത് കൊള്ളത്തില്ല, തിരിച്ചു പിടിച്ചു. സാർ താണ്ട് പത്രപ്പെട്ടായിരിക്കണേ. അടുത്ത മാസം മാർച്ച് 12-ാം തീയതി കൃത്യമായി ഇത് കൊടുക്കാൻ തന്നെയാണ് പോകുന്നത്. നമ്മൾ കൊടുക്കാൻ പോകുന്നതിന്റെ ടാബ്ലറ്റിന്റെ സാമ്പിൾസ് ഇത് ടാർഗറ്റാണ്. നോക്കണം. ഇതാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മരുന്നാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഈ സ്കീമിനനുസരിച്ചിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങളെ സമർത്ഥിപ്പിച്ച ആ ഗുളിക നല്ലതായിട്ട് കഴിപ്പിക്കാനുള്ള പരിപാടി അല്ല വേണ്ടത്. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ഗുളികയ്ക്കോ കമ്പനിക്ക് വേണ്ടി എന്താ ഞങ്ങളോട് തർക്കിക്കുന്നേ? എന്തിനാണ് സൈഡ് ഇതെന്ന് പറയുന്നത് ഇതിനുള്ള ഒരു ഇത് KMSC എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആണ്. ഇത് ടെൻഡർ മുഖേന വാങ്ങുന്നത്. ഈ വാങ്ങുന്നതിന് നമ്മൾ NRHMO ആരോഗ്യ പോലെ ഇതൊരു ടെൻഡർ പ്രോസസ് ഗവൺമെന്റിന്റെ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ വാങ്ങിയത്. ഇത് വാങ്ങുന്ന മരുന്ന് ഇത് തന്നെ അങ്ങേറ്റം വരെ കൊടുക്കും. ഇതിൽ നിന്ന് ഒരു ഡീവിയേഷനും ഒക്കത്തില്ല. ഇതിന്റെയാണ് നമുക്ക് ഇത് മാർഗരേഖയാണ്. ഈ മാർഗരേഖ കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. നമ്മൾ സംസ്ഥാന ഗവൺമെന്റിന്റെയോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയോ ഈ കാണുന്ന മാർഗരേഖ അനുസരിച്ച് ആണ് കൊടുക്കുന്നത്. സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക്. 2009 മുതൽ കേന്ദ്ര ഗവൺമെന്റ് പല സംസ്ഥാനങ്ങളിലും അയൺ ഗുളിക കൊടുത്തു തുടങ്ങി. പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് താങ്കളുടെ ഇതിന്റെ ഈ അടുത്ത കഴിഞ്ഞ റിപ്പോർട്ട് തമിഴ്നാട്ടിൽ 9 കുട്ടികളുടെ റിപ്പോർട്ട്സ് ഉണ്ട് ഞങ്ങളുടെ. ഗവൺമെന്റ് പരിപാടിയല്ല കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അതേ കുടികളെ ഒരു കുട്ടിക്ക് അനീമിയ ഇല്ല, ഒരു കുട്ടിക്ക് അയണിന്റെ കണ്ടന്റ് കൂടുതലാണ്. ആ കുട്ടി അയൺ നോർമലി HB കൂടുതൽ ഒരുപാട് പേര് കുട്ടികളുണ്ട്. അതിനകത്തൊരു ഫോട്ടോ ഉണ്ട്. എന്റെ ക്യാമറ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു കൊച്ചിന് അയൺ ഗുളിക കഴിച്ചിട്ട് അതിന്റെ മോന്ത വന്നിരുന്ന രസം കറാന്നിഞ്ഞ് വന്നു. അയൺ ടാബ്ലറ്റ് നമ്മൾ ഒരു കാര്യം ഒഴിക്കുക. ഒരു അലർജി, ഒരു ആസ്മ, ഈ രോഗം വരുന്ന സമയത്ത് നമ്മുടെ മജ്ജയ്ക്കകത്ത് ശരിക്ക് HB കൂടുന്നുണ്ട്. ആ കൂടുമ്പോൾ എന്തിനാണ് HB കൂടുന്നത്? അപ്പോൾ ഈ ഓക്സിജൻ കൂടുതൽ കൊണ്ടുവന്ന് ശരീരത്തിൽ കൊണ്ടെത്തിക്കാൻ അത് സ്വമേധയ ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആണോ ഇല്ല? ഇത് ശരിയോ തെറ്റോ? ചോദ്യത്തിന് ആൻസർ പറയാം. ശരി. ചോദിച്ചത് കൂടുതലുണ്ടെങ്കിൽ ഈ കഴിച്ചാൽ കുഴപ്പമുണ്ടോന്നല്ലേ. ഒരു ആൾക്ക് നോർമലായിട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തൊട്ട് ഇയാൾ ഒട്ടും അബ്സോർബ് ചെയ്യില്ല. ഒരാൾ എന്നിട്ട് ഒരു അയൺ ഗുളിക കഴിക്കോ ഫുഡിൽ അയൺ ചെന്നാലും അയാൾക്ക് ആവശ്യത്തിന് ആ ദിവസം ബോഡിയിൽ ഉണ്ടെങ്കിൽ ഒട്ടും അബ്സോർബ് ചെയ്യില്ല. ഇത് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. പ്രകൃതിദത്തമായി നമ്മുടെ ബോഡിക്കുണ്ട്. ഒട്ടും അബ്സോർബ് ചെയ്യില്ല. എപ്പോഴെങ്കിലും ഇന്നോ നാളെയോ അടുത്ത ആഴ്ച അടുത്ത മാസം ഏതെങ്കിലും നേരത്തെ ഈ ബോഡിക്ക് നോർമലിലാണ് താഴെ പോകണമെങ്കിൽ ആ ദിവസം തൊട്ട് നോർമൽ ആകുന്നവരെ ബോഡി അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും നോർമൽ ആയി കഴിഞ്ഞാൽ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായി നിർത്തും. പക്ഷേ അത് ഓർഗാനിക് ആണെങ്കിൽ ഏത് ഫോം ആണെങ്കിലും ഓട്ടോമാറ്റിക്കായി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീഡിയോ കോൺഫറൻസ് ആണ്. നാഷണൽ വീഡിയോ കോൺഫറൻസ് ആണ്. സമയത്ത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഏത് സമയത്ത് ഒരു പാർട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾക്ക് ഇപ്പൊ ഈ ടൈം വച്ചിട്ടുള്ളതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞത് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അടുത്തൊരു പദ്ധതി ഇപ്പൊ ഈ സംസ്ഥാന വികസനം നടക്കുമ്പോൾ അതിന്റെ വീട് എല്ലാവരും അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എന്താണോ അത് ക്ലാരിഫൈ ചെയ്യാൻ, അത് നമ്മളെ കഴിഞ്ഞ് ദൂരീകരിക്കാനോ അതിനുള്ളത്. അതിനകത്ത് നിങ്ങൾ ഇപ്പൊ മരുന്ന് കാണിച്ചു, മൈഗ്രേറ്ററി പ്രോപ്പർട്ടീസ് ഇല്ലെന്ന് കാണിച്ചു. നമ്മൾ പിടിച്ച കുടി എടുത്തോളൂ, മാങ്ങായിട്ട് പിടിക്കാത്ത അവിടെ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾ പദ്ധതി ഗുളിക സമ്മതിക്കുന്നു. ഈ പദ്ധതി ഗുളിക ഞാൻ കഴിക്കുമ്പോൾ അനീമിയ ഇല്ലാത്തൊരു കുട്ടിക്ക് ഇത് വേണോന്നായി ചോദിക്കണേ. അതിന്റെ ആൻസർ ഞാനിപ്പോ പറഞ്ഞു ശ്രദ്ധിച്ചില്ല. അപ്പൊ അനീമിയ ഇല്ലാത്ത കുട്ടി കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി അന്നേരം അനീമിയ ഒട്ടും ഇല്ലെങ്കിൽ അബ്സർവ് ചെയ്യില്ല. പക്ഷെ ഈ കുട്ടി നാളെയോ അടുത്ത ആഴ്ച അടുത്ത മാസമോ എപ്പോഴെങ്കിലും ആഹാര രീതിയോട് അനീമിക് ആവുകയോ ഇല്ലെന്ന് നമുക്ക് ഇവിടുത്തെ ഇത്രയും കുട്ടികളെ 20% ജനസംഖ്യയില്ല. ഇവരെല്ലാവരും അഡോളസന്റ് കുട്ടികൾ മാത്രം 20% ഉണ്ട്. ഇവരെല്ലാം ഡെയിലി പോയി ബ്ലഡ് കുത്തിയെടുക്കുകയും ഇവർ ലാബിൽ കൊണ്ട് പരിശോധിക്കുകയും എപ്പോഴും കുറവാണോ എന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധ്യമായിരുന്നു. ഒരു 0.1 ഗ്രാം 1000 മൈക്രോഗ്രാം അത്രയത്തിൽ കൂടുതൽ ഒരു mg എങ്കിലും മേലിൽ കയറിയാൽ സപ്ത നാഡിയല്ല ടോട്ടൽ നാഡീ വ്യൂഹത്തിനെ തളർത്തുമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പറയണേ. അത് കഴിഞ്ഞ് കരൾ ഡാമേജ് ആക്കുമെന്ന് നിങ്ങളുടെ പുസ്തകം പറയണേ, എന്റെ പുസ്തകമല്ല. അത് കഴിഞ്ഞിട്ട് മാത്രമല്ല സാർ, ഇതുമായി ബന്ധമില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ ഇതിനേക്കാൾ ഭയങ്കര എതിർപ്പായിരുന്നു. ആ പറഞ്ഞവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇത് പറയുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വളരെ കാര്യക്ഷമമായി നടത്തുകയും ഇന്ത്യയിൽ ഇപ്പോൾ പോളിയോ കഴിഞ്ഞ വർഷം ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി ഒരു കേസും ഇല്ല. കഴിഞ്ഞ അതിനെയും കാട്ടി കൂടിയ ഓട്ടിസവും അതിനെയും കാട്ടി കൂടിയതൊക്കെ ഉണ്ടാവണേ ഓട്ടിസവും. സോ ഇത് നമ്മളെപ്പോഴും ഈ സംസാരം ശരിയായിട്ടുള്ള പോക്ക് സംസാരമല്ല. ഞങ്ങൾ പറയുന്നതിനെ പറ്റി നിങ്ങളുടെ കമ്പനി ഏതോ കമ്പനിയെ പറ്റി റെഫർ ചെയ്തുകൊണ്ട് പോവാണ്. അതുപോലെ കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഏജന്റിന്റെ ത്രൂ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. ഒരു ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഒരു സാറിനോട് കാര്യം ചോദിച്ചിട്ട് സാർ നല്ലോണം പഠിച്ചിട്ടുണ്ട്, നല്ലോണം സാർ പഠിച്ചൊരു കാര്യം പറയട്ടെ. ഒരു വാക്ക് കൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും മനുഷ്യന്റെ ശരീരത്തെ മൊത്തം താറുമാറാക്കാൻ കഴിവുള്ള ഈ ശരീരത്തിനകത്ത് ഈ ഗുളിക കൊണ്ട് കൊടുത്ത് നിങ്ങൾ നശിപ്പിക്കാതിരിക്കാനേ പറഞ്ഞോളൂ. പനി പിടിച്ച സാധാരണ എന്താ ചെയ്യുന്നത്? സാധാരണ മല്ലി, ചുക്ക്, കുരുമുളക് ഇതെല്ലാം പോയിട്ടുണ്ട് കഷായം വെച്ച് കൊടുത്താൽ ഒരു പാരസിറ്റാമോൾ കൊണ്ട് 11 എലിയെ ഞങ്ങൾ കൊന്നു. അല്ല, പനിയുടെ ലക്ഷണം എന്താ സാർ? ആദ്യം പൊടിപ്പേര്, രണ്ടാമത് കുളിര്, മൂന്നാമത് വായിക്ക് ടേസ്റ്റ് ഇല്ല, നാലാമത് പനിക്കുള്ളൂ. ഏതൊരാൾക്കും എന്താ ശരീരം പറയുന്നത്? വിശ്രമിക്കുക, മൂടി പൊളിച്ചെടുക്കുക, ഭക്ഷണം കഴിക്കുക. ഇതല്ലേ പറയുന്നത്? ഈ പാരസെറ്റമോൾ ആവശ്യമുണ്ടോ? അല്ല, പാരസെറ്റമോൾ കൂടെ നമ്മളും പറയുന്നുണ്ട്. ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പ്രകൃതി അങ്ങനെ സാർ ആരോഗ്യത്തിനെ പറ്റിയാണ് തീർത്തിരിക്കുന്നത്. ഒറ്റ കാര്യം, പണ്ട് നമ്മൾ ചെയ്ത ചീനച്ചട്ടി, പണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ചീരച്ചട്ടിയും ഒരു ചീരയുണ്ടെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ മനുഷ്യന്റെ ആരോഗ്യത്തെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ സ്കൂളിൽ പറഞ്ഞപ്പോൾ ഒരു ചീര നട്ടുപിടിപ്പിക്കാൻ. ഈ പ്രോഗ്രാം വായിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിനകത്ത് ഒരു കോമ്പണന്റ് മാത്രമാണ് ഈ ഗുളിക കൊടുക്കുന്നത്. മറ്റേത് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ അതേ സാധനമാണ് ന്യൂട്രീഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എന്തൊക്കെ ആഹാരമാണ് നല്ലത്, എങ്ങനെ പാചകം ചെയ്യുന്നത് നല്ലത്, എന്തൊക്കെ ആഹാരത്തോടെ കറക്റ്റായി കഴിക്കണം, വേണ്ടാണ്ട് ചായയും കാപ്പി കുടിക്കാണ്ട് വെള്ളമോ നാരങ്ങളും കുടിക്കണം നല്ലത്, ഇങ്ങനത്തെ ആരോഗ്യ വിദ്യാഭ്യാസം ഇതിനകത്ത് എല്ലാ മാസവും പറഞ്ഞു തീരട്ടെ. സെക്കൻഡ് കോമ്പണന്റ് അതാണ്. മൂന്നാമത്തത് നമുക്കറിയാം കൊക്കോ ഫുഡാണ് ചോര കൊടുക്കുന്നത് വരുമ്പോൾ അതിനോട് മരുന്ന് കൊടുക്കുന്നത് മൂന്നാമത്തെ. നാലാമത്തെ കോമ്പണന്റ് വിളർച്ചയുണ്ട് കുട്ടികളെ മുഖം നോക്കി ലക്ഷണം നോക്കിയിട്ട് ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട് ചികിത്സയ്ക്ക് വിടുന്നതാണ് നാലാമത്തെ കോമ്പണന്റ്. അതിന് ഒന്ന് മാത്രമാണ് ഗുളിക കൊടുക്കുന്നത്. ആഹാരം തന്നെ നമ്മൾ ശ്വസിക്കും. പക്ഷേ അതേസമയം ആർക്കാണ് നോക്കണം? കൗമാര കുട്ടികൾ ഈ നമ്മൾ പറയുന്നത് നിങ്ങളോ ഞാനോ ഈ നാട്ടിലെ പേരൻസ് പറയുന്നത് കേൾക്കുന്ന ഒരു വർഗ്ഗമല്ല. ചെറിയ കുട്ടിയുടെ അനുസരണ കാണിക്കും. മുതിർന്നവർക്ക് കാര്യക്ഷമമായി ചിന്തിക്കാൻ അറിയാം. കൗമാരക്കാർ നടക്കും, ഫാസ്റ്റ് ഫുഡ് കഴിക്കും, അവർക്ക് തോന്നാൻ കൊക്കോക്കോള വാങ്ങിച്ചു കുടിക്കും, വേണ്ടാതൊക്കെ അവർ ചെയ്യും. അവരുടെ പ്രായത്തിൽ നമ്മളൊരു സഹായം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇത് കൗമാരക്കാർക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് സ്വന്തമായി ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യും. നമ്മളെല്ലാം വീട്ടിൽ തന്നെ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ അയൻപൊടി ഡെയിലി കഴിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ആഹാരത്തിലാണ്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ അതനുസരിക്കും, വലിയ ആൾക്കാർ അനുസരിക്കും. പക്ഷേ കൗമാരക്കാർ നിങ്ങൾക്ക് അറിയാം ഒരു സംശയമുണ്ട്. കൗമാരക്കാരുടെ പെരുമാറ്റം വ്യത്യാസം എന്നുള്ളത്. ആ ഒരു ടാർഗറ്റ് പറയുന്ന പോലെ ഞാൻ അവസാനമായിട്ട് കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ഒറ്റ ചോദ്യം.
2009 മുതൽ ഇന്ന് വരെ നമ്മളെ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കി വന്ന അയൺ ടാബ്ലറ്റ് കഴിച്ച് എത്ര പേര് ആശുപത്രിയിലുണ്ട്, എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് സാധനമുണ്ടോ? ഇല്ല, ആ സാധനമില്ല. അപ്പൊ ഇനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പത്രങ്ങളിൽ വരുന്ന സാർ വിശ്വസിക്കുന്നില്ല. സാർ ആകെ ഈ ഒരു കമ്പനിക്കാരന്റെ ഒരു ഗുളിക മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ബാക്കി മാർക്കറ്റിൽ കിടക്കുന്ന ഒറ്റ ഗുളിക സാറിന് വിശ്വാസമില്ല.